എൻ്റെ ഫാദർ സിംഗറാണ്, കണ്ണൂർ സലീം. അപ്പോൾ ഉപ്പാൻ്റെ ഫീൽഡ് തന്നെയാണ് ഞാനും. നമ്മുടെ എല്ലാവരും ഫാമിലിയായിട്ട് സിംഗിങ് ആണ്. അപ്പോൾ സിംഗറായിട്ടാണ് എനിക്ക് എപ്പോഴും ലൈഫ് ടൈം എനിക്ക് കൊണ്ടുപോകാനുള്ള ആഗ്രഹം. കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഞാൻ ഒഴിവാക്കും, നീ എന്നെ ഒഴിവാക്കും, മതി പോ. കല്യാണം കഴിഞ്ഞിട്ട് ഐ വാസ് ഇൻ ഹോസ്റ്റൽ. കൊച്ചി. എല്ലാരും പറയുന്ന കാര്യം അഡ്ജസ്റ്റ്. പക്ഷേ ഐ തിങ്ക് അഡ്ജസ്റ്റ് അല്ല, ഇറ്റ് ഇസ് അണ്ടർസ്റ്റാൻഡിങ്. നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മളെ അധികം അഡ്ജസ്റ്റ് ചെയ്യൂല. കുറച്ചെല്ലാം അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഞാൻ മാത്രം എന്തിനും ചെയ്യണേ, ആ ഒരു ഫീലിംഗ് വരാൻ തുടങ്ങും. പക്ഷെ അഡ്ജസ്റ്റ്മെന്റ് അല്ലാതെ അണ്ടർസ്റ്റാൻഡിങ് ആയാൽ, ഞാൻ പഠിച്ചതാണ്, ഇറ്റ് ഇസ് ബെറ്റർ. ഞാൻ ഇനിഷ്യലി എപ്പോഴും എന്ത് പ്രശ്നം നടന്നാലും എന്റെ മൈൻഡിൽ ഐ തിങ്ക് ചെല്ലിയാണ് റോങ്, ഹി ഈസ് റോങ്. പക്ഷെ പതുക്കെ എനിക്കത് മനസ്സിലാവാൻ തുടങ്ങി, ലൈക്ക് ഐ ആം ഓൾസോ റോങ്. ചില ടൈം ഞാനാണ് പ്രശ്നം, സലീലല്ല പ്രശ്നം. അത് മനസ്സിലാക്കി തുടങ്ങിയപ്പോഴാണ് കുറെ പ്രശ്നം മാറിയത്. झूठी सही मगर तसल्ली तो दिला दे, वेकी करा നമുക്ക് ചോദിച്ചു പോവാം. ഹലോ ഹായ് യെസ്, അപ്പോൾ വെൽക്കം ടു ജിഞ്ചർ മീഡിയ. ചോദിച്ചങ്ങ് പോകുന്നു. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് എൻ്റെ രണ്ട് ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്, കപ്പിൾസ് ആണ്. അവർ യൂട്യൂബിൽ തരംഗമായിക്കൊണ്ടിരിക്കുകയാണ്. സലീൽ ആൻഡ് ആഷ്ന. ഹലോ. താങ്ക് യു. ഓൾമോസ്റ്റ് ഒരു 400K പോകുന്നു അല്ലേ? ഏകദേശം പോകുന്നു. ഓരോ വ്ളോഗേഴ്സിനും ഓരോ തീമുണ്ട്. യൂട്യൂബിൽ ചില ആൾക്കാർ വ്ളോഗിങ് മാത്രമായിരിക്കാം, ചിലര് ഇപ്പൊ വണ്ടികളുടെ റിവ്യൂ മാത്രമായിരിക്കാം, ചിലര് ട്രാവൽ മാത്രമായിരിക്കാം, ചിലര് പ്രാങ്ക് മാത്രമായിരിക്കാം, ചിലര് സർപ്രൈസ് മാത്രമായിരിക്കാം. ഇതെല്ലാം അതെന്താണ് സംഭവം? അത് ഇപ്പൊ ശംഭു പറയുമ്പോ നമ്മള് കൂടുതൽ ശ്രദ്ധിച്ചല്ലേ, നമ്മളെല്ലാം ഉണ്ട് എന്നുള്ളത് ഉണ്ട്. ഇനിഷ്യലി തന്നെ ലൈക്ക് ഞാൻ ഇങ്ങനെ പറയായിരുന്നു, നമ്മൾ എന്തെങ്കിലും ഒരു കാറ്റഗറി ചെയ്താൽ പിന്നെ അത് മാത്രം ആയിട്ടായി പോകും. എല്ലാം കൂടെ ചെയ്യുമ്പോ, കാരണം ആദ്യം നമ്മൾ ഫസ്റ്റ് ട്രാവൽ മാത്രമേ ചെയ്തത്, ആദ്യം ട്രാവലേ ചെയ്തേ. പിന്നെ ഐ തോട്ട് ചുമ്മാ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് ഇടയ്ക്ക് കുക്കിംഗ് ചെയ്യാം, ഇടയ്ക്ക് എല്ലാം ചെയ്യാം. പക്ഷെ എല്ലാം ചെയ്യുന്നതാണ് നല്ലത്. അല്ല എന്ന് വെച്ചാല് കേരളത്തിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കേരളത്തിൽ അത്ര കപ്പിൾ വ്ളോഗേഴ്സ് ഞാൻ ആദ്യം കണ്ടിരുന്നില്ല. നമ്മളൊരു വ്ളോഗായിട്ട് തുടങ്ങിയതായിരുന്നില്ല, ഒരു ആക്സിഡന്റലി ആയതാണ്. പിന്നീടാണ് പിന്നെ ലോക്ക്ഡൌൺ ഒക്കെ ആ സമയം സംഭവിച്ചപ്പോൾ എല്ലാരും ഇതിലേക്ക് അങ്ങ് ഇറങ്ങി. അപ്പൊ നമുക്കൊരു സംഭവം നമ്മൾ പറയും തമ്മില്, നമ്മളായിരുന്നു ഫസ്റ്റ് ഉണ്ടായത് കപ്പിൾസ് ആയിട്ട് കേരളത്തില്. പുറത്തൊക്കെ ഉണ്ടായിരുന്നു മലയാളീസ്, പക്ഷെ എനിക്ക് തോന്നുന്നു, പക്ഷെ ഇതിന് മുന്നേ ഞാൻ അങ്ങനെ ഫെമിലിയർ ആയിട്ട് ആരെയും കണ്ടിട്ടില്ല. ടോട്ടലി നിങ്ങളുടെ ഫാമിലി ഈ ഒരു വൈബ് ആണോ, അതോ ഈ വ്ളോഗ് ചെയ്യുമ്പോൾ മാത്രമേ ഉള്ളൂ? ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാല് എന്റെ ഫാമിലി ഫുൾ വൈബാ. പിന്നെ ഇവളുടെ ഉപ്പയും ഉമ്മയാണ് ഭയങ്കര സപ്പോർട്ടാണ്. വെച്ചാല് അവർക്ക് ഭയങ്കര സന്തോഷമാണ്. എന്നുവെച്ചാല് ഒരു കാര്യം വെച്ചാല് ഓള് ഉപ്പാൻ്റെ അടുത്ത് തന്നെ ആഷ്നയുടെ ഉപ്പല്ലേ എന്നുള്ള സംഭവമൊക്കെ ചോദിച്ച സിറ്റുവേഷനൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഏതൊരു പാരന്റ്സിനും അതങ്ങനെ ഒരു എൻ്റെ മോള് ഒരു പ്രൗഡ്. എന്നുവെച്ചാൽ ഒന്ന് ഇവള് BDS കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞതാണ്. അപ്പോൾ ഡോക്ടർ ആവാൻ വേണ്ടിയിട്ടാണ് പഠിപ്പിച്ചത്, കഷ്ടപ്പെട്ട് പൈസ ഒക്കെ കൊടുത്തിട്ട്. അപ്പൊ ആ സമയത്ത് അപ്പൊ ആ പൈസ പോയോ, അല്ലെങ്കിൽ എന്റെ മോൾ ഇത് ഈ ഫീൽഡിൽ പോയിട്ടില്ലല്ലോ എന്നുള്ളൊരു വിഷമം ഏതൊരു പാരന്റ്സിന് ഉണ്ടാവും. അവള് വേറൊരു ഫീൽഡാണല്ലോ സെലക്ട് ചെയ്തിട്ട്. പക്ഷെ അതിൽ സക്സസ് ആകുമ്പോൾ ഒബ്വിയസ്ലി നമ്മുടെ പാരന്റ്സ് ഹാപ്പി ആവും. അപ്പോൾ അതില് സക്സസ് ആണ് ഇവള്. എന്ന് വെച്ചാൽ ഇവളുടേതായിട്ടുള്ള ഒരു കോണ്ടന്റ് ഒക്കെ ഇവള് കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ ഇവളുടെ ഉപ്പാന്റെ അടുത്തേക്ക് ഇങ്ങനെ ആഷ്നയുടെ വീഡിയോ കാണാറുണ്ട്, ആഷ്നയുടെ ഉപ്പയല്ല ഇന്ന് ഇവിടെ വെച്ച് കണ്ടു എന്നൊക്കെ പറയുമ്പോ ഭയങ്കര ഒരു സന്തോഷമാണ്. ഇപ്പൊ ആഷ്നയെ സംബന്ധിച്ച് BDSന്റെ കാര്യം പറഞ്ഞു. സലീൽ മച്ചാനെ, ഫോർ ദ വ്യൂവേഴ്സ്, എന്താണ് പഠിച്ചത്? ഇതുമായിട്ട് എങ്ങനെയാണ്? അല്ല, ഞാൻ പഠിച്ചിട്ടില്ല ശരിക്കും പറഞ്ഞാല്. ഡിഗ്രി വരെയൊക്കെ പോയിട്ടുണ്ട്. ഡിഗ്രിയൊക്കെ ചെയ്തു, പഠിക്കേണ്ട സമയത്ത് പഠിച്ചില്ല. എൻ്റെ ഫാദർ സിംഗറാണ്, കണ്ണൂർ സലീം. അപ്പോൾ ഉപ്പാൻ്റെ ഫീൽഡ് തന്നെയാണ് ഞാനും. നമ്മുടെ എല്ലാവരും ഫാമിലിയായിട്ട് സിംഗിങ് ആണ്. അപ്പോൾ സിംഗറായിട്ടാണ് എനിക്ക് എപ്പോഴും ലൈഫ് ടൈം എനിക്ക് കൊണ്ടുപോകാനുള്ള ആഗ്രഹം. സിംഗറാണ് ബേസിക്കലി. പക്ഷേ ഇപ്പോഴത്തെ കൊറോണ സിറ്റുവേഷൻ നമ്മളെ കുറേ സംഭവത്തിലേക്ക് മാറ്റി. ഇപ്പൊ എന്ന് വെച്ചാൽ ഒരു യൂട്യൂബറായി, പിന്നെ എന്തൊക്കെയാ പറയാ, പിന്നെ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങി ഇപ്പോൾ. അപ്പോൾ അൽഹംദുലില്ലാ അത് ഭയങ്കരമായിട്ട് എനിക്ക് യൂട്യൂബ് ഉള്ളത് കൊണ്ട് ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ വലിയൊരു സ്ട്രഗിൾ ഉണ്ടായില്ല. ഈസിയായി ആൾക്കാരുടെ ഇടയിൽ എത്തിക്കാൻ. അതാണല്ലോ നമുക്ക് എല്ലാവർക്കും പ്രൊമോട്ട് ചെയ്ത്. അതുകൊണ്ട് നമ്മൾ രണ്ടാളിപ്പോൾ ആ ഒരു രീതിയിൽ പോകുന്നുണ്ട്. കൂടെ ഇപ്പോൾ സിംഗിങ്ങും പോകുന്നുണ്ട്. ഈ ഉപ്പമ്മയുടെ കാര്യമൊക്കെ പറഞ്ഞു, ഈ റിലേറ്റീവ്സ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ. നമ്മൾ ഈ യൂട്യൂബിലേക്ക് ഫെയിം ആകുന്നതിന് തൊട്ട് മുമ്പ് നമ്മുടെ റിലേറ്റീവ്സ് ചിലപ്പം ഓക്കെ ഇതൊക്കെയാണ്. പക്ഷെ പെട്ടെന്ന് ഒരു സ്റ്റാർ പദവി അല്ലെങ്കിൽ ഒരു സെലിബ് പദവി വരുമ്പോൾ
ഉപ്പാട് അനിയൻ അങ്ങനെയുള്ള അവരെങ്ങനെയാണ് ഇതിനെ ശംഭുവിന് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടാവല്ലോ. രണ്ടുപേരാണല്ലോ നിങ്ങൾ. സോ അല്ല അത് അത് സ്വാഭാവികമായിട്ടുള്ള എല്ലാ മനുഷ്യന്മാരും ഒരു പൊസിഷനിൽ എത്തിക്കഴിഞ്ഞാല് നമ്മൾ പറയും എന്ത് എൻ്റെ അടുത്ത ആളാണ് എങ്ങനെയാണെന്നൊക്കെ പറയും. ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. നമ്മള് യൂട്യൂബ് ഒന്ന് ഒരു നല്ല ഹൈപ്പിലേക്കുന്ന സമയത്ത് ദുബായിൽ പോയി. എൻ്റെ കുറേ റിലേറ്റീവ്സ് ഉണ്ട്. ഞാൻ സാധാരണ പ്രോഗ്രാംസിനൊക്കെ പോയാൽ എന്നെ വിളിക്കാറൊന്നുമില്ല, ഇങ്ങോട്ട് വിളിക്കാറുമില്ല. അതായത് വീട്ടിലേക്ക് വാ, ഫുഡ് കഴിക്കാം, അല്ല എൻ്റെ റെസ്റ്റോറൻറ്റിലേക്ക് വാ, സ്വന്തമായിട്ട് റെസ്റ്റോറൻറ്റിലേക്കുള്ള ആൾക്കാരാണ്. പക്ഷേ നമ്മൾ യൂട്യൂബ് തുടങ്ങിയ ശേഷം അവിടെ പോയപ്പോൾ എന്നെ വിളി, നീ എങ്ങനെ നമ്മളെ ഹോട്ടലിൽ വന്നേ പറ്റൂ. പക്ഷെ നമ്മൾ പോയി അവിടെ സ്റ്റോറി ഇട്ട് അവർക്കൊരു ഹൈപ്പ് ഉണ്ടാവുമല്ലോ, അല്ലെ അവരുടെ നമ്മളെ ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കുക എന്നുള്ളൊരു സംഭവം. ഇത്രയും വർഷമായിട്ട് ഞാൻ ദുബായിലെ പ്രോഗ്രാമിന് വന്നിട്ട് എന്നെ ഒരു പ്രാവശ്യം പോലും ഫുഡ് കഴിക്കാൻ വിളിച്ചിട്ടില്ല, ആദ്യമായിട്ട് എന്നെ വിളിക്കുന്നത്. പക്ഷെ ഞാൻ എന്നിട്ട് പ്രതികാരം ചെയ്ത് പോയി നല്ലോണം ഫുഡും അടിച്ച് ഫ്രണ്ട്സിന് എല്ലാരെയും കൂട്ടി ഫുഡും അടിച്ച് വ്ലോഗ് ചെയ്തില്ല, ഒന്നും ചെയ്തില്ല, ഞാൻ ഫുഡ് അടിച്ചു. ഈ ഒരു സ്നേഹം എന്ന് പറയുന്നത് നമ്മൾ ഏത് ബിസിനസ് ചെയ്താലും അല്ലെങ്കിൽ ഏത് ജോലി ചെയ്ത് കഴിഞ്ഞാലും പബ്ലിക്കിനിടെ ഇറങ്ങി ചെന്ന് അല്ലെങ്കിൽ അവർക്കൊരു ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ അവരെ ഒന്ന് എൻഗേജ് ചെയ്യുന്ന കോണ്ടന്റ് കൊടുക്കുന്നതും ഒരു ബിസിനസ്സോ എത്ര ക്യാഷുകാരനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു ഡിഫറൻസ് ആയിരിക്കും ഫീൽ ചെയ്ത് തുടങ്ങി. ലൈക്ക് അതൊന്ന് പറയാൻ പറ്റുമോ? ലൈക്ക് വാട്ട് കൈൻഡ് ഓഫ് ഫീൽ റൈറ്റ് നൗ യു ആർ ഗെറ്റിംഗ്? അത് എനിക്ക് കറക്റ്റ് പറയാൻ പറ്റും. സംഭവം ഞാൻ പറഞ്ഞ പോലെ ഞാൻ വീഡിയോസ് ചെയ്തത് ഡെന്റിസ്റ്റ് ആയിട്ട് when I was practicing. ഇത് ഞാൻ ജെന്യൂൻ ആയിട്ട് പറയാണ്. ഞാൻ രാവിലെ എണീറ്റിട്ട് ഇപ്പോ എന്താ നമ്മള് ക്ലിനിക്കിലേക്ക് പോകുമ്പോ എനിക്ക് ദേഷ്യാണ്, രാവിലെ എണീക്കാൻ തന്നെ ദേഷ്യ. അല്ലെങ്കിൽ ഇന്ന് പോണല്ലോ വിചാരിച്ചിട്ടാ പോകുന്നറിയോ? ബാക്കപ്പ് യൂട്യൂബ് ഉണ്ട്. ഇല്ല അപ്പൊ യൂട്യൂബ് ഇല്ല സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാൻ വർക്ക് ചെയ്യുന്ന ആ സമയത്ത്. അപ്പൊ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. ആ സമയത്ത് നമ്മൾ മാരീഡ് ആണ്. പക്ഷെ സലീലിനെ എപ്പോൾ കാണുമ്പോൾ ഇപ്പൊ സലീലിന്റെ അടുത്ത് പോയിട്ട് പറയും, ആരെല്ലാം വിളിച്ചിട്ട് പറഞ്ഞു സലീൽ നാളെ രാവിലെ 4 മണിക്ക് ഇവിടെ പ്രോഗ്രാമിന് എത്തണം. സലീൽ 2 മണിക്ക് എന്നിട്ട് കുളിച്ച് ഫ്രഷ് ആയിട്ട് ഹിൽ ഗോ ബിക്കോസ് ഹി ലവ്സ് യു നോ വാട്ട് ഹി ഈസ് ഡൂയിങ്, ആ ഒരു പാഷൻ. അപ്പൊ അത് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ലൈക്ക് അപ്പൊ ഇഷ്ടമുള്ള ജോലി ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് എന്നുള്ളത്. എനിക്ക് തോന്നുന്നു ഈ ഒരു വേറെ ഫീൽഡിൽ നിന്ന് വന്നിട്ട് മീഡിയ ഫീൽഡിൽ കല്യാണം കഴിക്കാൻ നമുക്ക് ഭയങ്കര ഡിഫറൻസ് അറിയാൻ പറ്റും. എന്റെ ഇടയ്ക്ക് റീസെന്റ് കുക്കു ദീപ സംസാരിച്ച പോലെ ദീപ വാസ് ടെല്ലിംഗ് ദ സെയിം തിങ്. ദീപ ഫുൾ എന്നെ പോലെ ഒരു ഫാമിലിയിൽ ഒതുങ്ങി അങ്ങനെ വളർന്ന് ഒരു IT ഫീൽഡിൽ പോയിട്ട് ഷി മാരിഡ് എ ഡാൻസർ. അപ്പൊ ഒരു ആർട്ടിസ്റ്റ് വരുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര പുതിയൊരു വേൾഡ് അത്. ആ ഒരു ഇന്ററാക്ഷൻ ആണ് വാട്ട് യു ടോൾഡ് ഇസ് വെരി റൈറ്റ്. എനിക്ക് ആൾക്കാർ ഇന്ററാക്ഷൻ, ആൾക്കാർ നമുക്ക് ഇഷ്ടത്തോടെ മെസ്സേജ് അയക്കുന്നു, നമുക്ക് ഇഷ്ടത്തോടെ ഒരു ഗിഫ്റ്റ്, ഒരു മിഠായി ആണെങ്കിലും ചിലർ നമ്മളെ കാണുമ്പോൾ ഓടിപ്പോയി മിഠായി വാങ്ങിക്കൊണ്ട് തരും ഭക്ഷണത്താക്കെന്നൊക്കെ പറഞ്ഞിട്ട്. ഇറ്റ് മേക്സ് ഭയങ്കര സന്തോഷം ആ ഒരു സംഭവം. സിംഗിങ് ഒരു പാഷൻ ആയിട്ട് ഐ മീൻ ഇഫ് യു ഗെറ്റ് എ ഗ്രേറ്റ് ചാൻസ് എന്നുള്ളൊരു സംഭവം. അതേ സമയത്ത് യൂട്യൂബിൽ നോക്കുവാണെങ്കിൽ ഏത് യു വിൽ പിക്ക്? എനിക്ക് സിംഗിങ്ങില് സത്യം പറയല്ല, എനിക്ക് എവിടെയെങ്കിലും എത്തണം എന്നുള്ളൊരു ആഗ്രഹമുള്ള വ്യക്തിയല്ല. എവിടെയെങ്കിലും എനിക്ക് പാടണം, അത്രേ ഉള്ളൂ. അത് ഏതൊരു പ്ലാറ്റ്ഫോം ആണെങ്കിലും ഐ ആം ഹാപ്പി. ചില ആൾ സിംഗേഴ്സിന് ഞാൻ അന്ന് ആ ഒരു പൊസിഷനിൽ എത്തേണ്ട ഫിലിമിൽ പാടണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. അല്ല എനിക്ക് എൻ്റെ ഒരു പാഷനാണ് പാടണം എന്നുള്ളത്. അത് സിനിമയിലായാലും ഇവിടെ ഇരുന്നായാലും ഞാൻ ഹാപ്പിയാണ്. ഞാൻ അങ്ങനെ കാണുന്ന ഒരു വ്യക്തിയാണ്. അതിനാ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല, ആരുടെ പോയി എനിക്ക് അങ്ങനെ ഇതുവരെ തോന്നിയിട്ടില്ല ഇതുവരെ. ഒരു ലവ് മാരേജ് അല്ലല്ല, അറേഞ്ച്ഡ് ആണ്. അറേഞ്ച്ഡ് ആണല്ലേ? അറേഞ്ച് മാരേജ് വർക്ക് ആവുമല്ലേ? അങ്ങനൊന്നുമില്ല, അത് നമ്മളെ കയ്യിലിരിപ്പ് പോലെ ഇരിക്കും. അല്ല ശരിക്കും അറേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ കുറച്ച് ടൈം എടുത്തില്ലേ? പിന്നെ നല്ല രീതിയിൽ അതെ, ഭയങ്കര നമ്മളെ തമ്മിലുള്ള ഒരു ബോണ്ട് വരാൻ കുറെ ടൈം എടുത്ത്. പേഴ്സണാലിറ്റി ഭയങ്കര ഡിഫറെന്റ്. സലീൽ ഈസ് വെരി ഡിഫറെന്റ്, ഞാൻ അതിന്റെ കംപ്ലീറ്റ് ഓപ്പോസിറ്റാ. പക്ഷെ ഇപ്പൊ അങ്ങനെ തോന്നുന്നില്ല. ഇപ്പൊ ഓക്കെ, അത് എനിക്ക് നന്നായി. നമ്മളെപ്പോഴും പറയും നമ്മൾ ലവ് മാരേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ സമയത്ത് പറയേണ്ടൊക്കെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പുതുമ ഒന്നും ഇല്ല. പക്ഷെ നമ്മളിപ്പോ കല്യാണം കഴിഞ്ഞപ്പോ 2 വർഷത്തില് നമ്മള് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പഠിച്ചു തുടങ്ങായിരുന്നു. 2 വർഷം എടുത്ത് ശരിക്കും. കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഞാൻ ഒഴിവാക്കും, നീ എന്നെ ഒഴിവാക്കും, മതി പോ. കല്യാണം കഴിഞ്ഞിട്ട് ഐ വാസ് ഇൻ ഹോസ്റ്റൽ. He was here at Kochi. എന്ത് കാര്യത്തിനൊക്കെയാണ് ഒന്ന് അറിഞ്ഞാൽ കൊള്ളാം. പക്ഷെ ഇപ്പൊ ആലോചിക്കാണല്ലേ ചെറിയ കാര്യത്തിനൊക്കെ അടിയുണ്ടായിരുന്നു, ഒരു കുഴപ്പമില്ലാതെ പോകുന്നു. അത് ചിലപ്പോ എനിക്ക് തോന്നിയ ഡൗട്ട് വെച്ചാൽ ആ ടൈമിൽ ഓവർ പോസസീവ് ആണ്, ഇപ്പൊ അത്ര അല്ല. അതുകൊണ്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? അല്ല, പോസസീവ് ഇപ്പോഴും ഉണ്ട്, ഒരു കുറവില്ല. അന്ന് ഇന്ന് മാത്രല്ല ഐ തിങ്ക് അതായത് അല്ല അതുണ്ട്, അതെന്തായാലും ഉണ്ടാവല്ലോ ഒബ്വിയസ്ലി. അല്ല ഞാൻ സലീല് കെയർ ഫ്രീ ക്യാരക്ടറാണ്. അവളുടെ രക്ഷപ്പെട്ട്
അല്ലെങ്കിൽ പണി പാളിയാനായിരുന്നു അല്ലേ? കുറെ പേരുടെ മൈൻഡിലും നമ്മുടെ പേരൻസും എല്ലാരും പറയുന്ന കാര്യം അഡ്ജസ്റ്റ്. പക്ഷെ ഐ തിങ്ക് അഡ്ജസ്റ്റ് അല്ല, ഇറ്റ് ഇസ് അണ്ടർസ്റ്റാൻഡിങ്. നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മളെ അധികം അഡ്ജസ്റ്റ് ചെയ്യൂല. കുറച്ചെല്ലാം അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഞാൻ മാത്രം എന്തിനും ചെയ്യണേ, ആ ഒരു ഫീലിംഗ് വരാൻ തുടങ്ങും. പക്ഷെ അഡ്ജസ്റ്റ്മെന്റ് അല്ലാതെ അണ്ടർസ്റ്റാൻഡിങ് ആയാൽ, ഞാൻ പഠിച്ചതാണ്, ഇറ്റ് ഈസ് ബെറ്റർ. പിന്നെ എപ്പോഴും ഞാൻ എൻ്റെ ലൈഫിൽ പഠിച്ച ടിപ്പ് ഞാൻ വീണ്ടും പറഞ്ഞുതരാം. അതായത് എപ്പോഴും മറ്റേ ആളല്ല റോങ്. ഞാൻ ഇനിഷ്യലി എപ്പോഴും എന്ത് പ്രശ്നം നടന്നാലും എൻ്റെ മൈൻഡിൽ ഐ തിങ്ക് ചെല്ലിയാണ് റോങ്, ഹി ഈസ് റോങ്. പക്ഷെ പതുക്കെ എനിക്കത് മനസ്സിലാവാൻ തുടങ്ങി, ലൈക്ക് ഐ ആം ഓൾസോ റോങ്. ചില ടൈം ഞാനാണ് പ്രശ്നം, സലീലല്ല പ്രശ്നം. അത് മനസ്സിലാക്കി തുടങ്ങിയപ്പോഴാണ് കുറെ പ്രശ്നം മാറിയത്. Okay, that means ഒരു സെൽഫ് അനാലിസിസ് നമ്മൾ ഓവറായിട്ട് നടത്തും. അതിലാണോ ഒരു ലൈക്ക് കുട്ടി പ്രോബ്ലംസ് ആയിരിക്കുമല്ലോ അതുണ്ടായത്, മറ്റേ ഹോസ്റ്റലിൽ നിന്നൊക്കെ പറഞ്ഞു, അതൊക്കെ എന്തൊക്കെയായിരിക്കും? എന്താണ് ആ കുട്ടി ഇപ്പം കൊച്ചിയിലേക്ക് ഞങ്ങള് ഷിഫ്റ്റ് ചെയ്ത് ഫസ്റ്റ് ഇയർ വാസ് വെരി ഡിഫിക്കൽട്ട്. സലീൽ മനസ്സിൽ അത് പറയില്ലേ? ഇല്ല, ഇത് കാണുമ്പോൾ ആർക്കെങ്കിലും യൂസ്ഫുൾ ആവുമെങ്കിൽ ആവട്ടെ. സോ ഇറ്റ്സ് ലൈക്ക് നമ്മള് കൊച്ചിയിലേക്ക് ഷിഫ്റ്റ് ചെയ്ത സമയത്ത് അതുവരെ ഞാൻ കോളേജിൽ പഠിക്കുന്നു, ഫുൾ കറങ്ങി നടക്കുന്നു, അങ്ങനത്തെ ഒരു കുട്ടിയാണല്ലോ. ഞാൻ തിരിച്ച് കൊച്ചിയിൽ വന്നപ്പം വീട്ടിൽ ഞാൻ ഒറ്റയ്ക്കാ. സലീൽ ഷോസിൽ പോകുന്നു, ഡെയിലി പോകുന്നു, എല്ലാത്തിനും. ഞാനിവിടെ ജോബിനെ നോക്കുന്നില്ല. ഐ എം തിങ്കിങ് ഞാൻ എന്താ ചെയ്യണ്ടേ, യൂട്യൂബും തുടങ്ങിയിട്ടില്ല, അപ്പൊ ഞാൻ എന്താ ചെയ്യണ്ടേ. അപ്പൊ ഞാൻ ഒറ്റയ്ക്ക് വീട്ടിൽ ഇരിക്കുകയാണ്. അപ്പം ഐ ഹാവ് ദ ഫ്രസ്ട്രേഷൻ. അപ്പൊ ആ ഫ്രസ്ട്രേഷൻ തീർക്കുന്ന ആരുടെ അടുത്താണ്? ടു സലീൽ. സലീൽ ഷോ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് എനിക്ക് സലീലിനോട് ദേഷ്യം, പുറത്തൊക്കെ പോയിട്ട് വന്നു അത്. പക്ഷെ ഐ വാസ് മേക്കിംഗ് പ്രോബ്ലംസ്. പക്ഷെ കുറെ കഴിഞ്ഞിട്ടാണ്, പക്ഷെ ഒരു കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ആക്ച്വലി ഇത് ഇപ്പൊ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ഞാനായിരുന്നു പ്രശ്നം. എന്റെ ഫ്രസ്ട്രേഷൻ ബിക്കോസ് ഐ വാസ് അലോൺ, ഞാൻ അത് വേറെ ആള് തീർത്തതാണ്. പക്ഷെ അതെ, അപ്പൊ അത് നമ്മള് എപ്പോഴും ഇപ്പം ഇതുപോലെ പ്രശ്നം ഉണ്ടാക്കുന്ന ഭാര്യമാരായാലും ഭർത്താക്കന്മാരായാലും മനസ്സിലാക്കേണ്ട കാര്യമേ സംടൈംസ് ഓപ്പോസിറ്റ് ഉള്ള ആളായിരിക്കില്ല പ്രശ്നം, നമ്മളായിരിക്കും പ്രശ്നം. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇറ്റ്സ് ഓക്കെ. ആ ടൈമിൽ ചിലപ്പോൾ നമ്മൾ പറയും നമ്മളാണ് കറക്റ്റ്, നിങ്ങൾ തെറ്റാണ്. പിന്നെ കുറച്ച് ടൈം എടുത്ത് റിയലൈസ് ചെയ്യുമ്പോഴാണ് മനസ്സിലാവുന്നത് ഓക്കെ ഹി ഈസ് റൈറ്റ്. അപ്പൊ നമ്മൾ ചെന്നത് പറയുക, അപ്പൊ മുമ്പുള്ളതിനെക്കാട്ടിലും ഹാപ്പി ആവും, കുറച്ചുകൂടെ എനർജി കിട്ടും അടുത്ത വഴക്ക് വരെ. അല്ല, വഴക്കുണ്ടാവുന്ന ഇന്ന് വരെ ഇറങ്ങുമ്പോൾ ഇന്നലെ ഉണ്ടായിരുന്നു, അത് ഇന്ന് തീർന്നു. ഇന്ന് എന്തിനാ വഴക്കുണ്ടാക്കിയത് നിങ്ങള്? ഇന്നലെ എന്തിനാ അത് പറയൂല, പറയാൻ പറ്റാത്ത കുറച്ച് പക്ഷെ വേറെ കാര്യമുണ്ട്, ഈ കുട്ടി വഴക്കൊക്കെ അല്ലേ രസമുള്ളൂ. ഒരു വഴക്കം ഇല്ലാതെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു ഫൺ എലമെന്റ് എല്ലാം വേണം നമ്മുടെ ലൈഫിൽ. സന്തോഷം വേണം, ഇങ്ങനെ പരിഭവങ്ങളും എല്ലാം ഉണ്ടാകുമ്പോഴാണ് എല്ലാം വേണ്ടേ എന്നല്ലേ. ഓക്കെ. ആൻഡ് ഞാൻ വന്നപ്പോഴേ പറഞ്ഞൊരു കാര്യമുണ്ട്, സലീലിന് ഒരു ആക്ടർ ആണോ ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണോ? ഭയങ്കര ആഗ്രഹമുള്ള ഒരു വ്യക്തിയായിരുന്നു ഞാൻ. എനിക്കതറിയാം. പറഞ്ഞുതരാം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ എറണാകുളത്ത് വന്നത്. അപ്പം ഞാൻ വിനീത് ശ്രീനിവാസന്റെ കൂടെ ബാൻഡിലുള്ള ഒരു വ്യക്തിയായിരുന്നു. അപ്പം ഞാൻ വിനീതിനോട് ചോദിക്കും ഈ ചെറിയൊരു ചാൻസ് അപ്പം പറയാ എപ്പോഴും ചോദിക്കുമ്പോൾ എന്നെ ഇങ്ങനെ മാറ്റി നിർത്തും. എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ വിനീത് ഒരു കാര്യം പറഞ്ഞ്, കുറേ ആൾക്കാരുടെ, അതായത് ഫസ്റ്റത്തെ വിനീതിന്റെ ഫിലിമൊക്കെ എടുത്തപ്പോൾ അതിലുള്ള കുറെ ആൾക്കാരുടെ അനുഭവങ്ങൾ എടുത്ത് പറഞ്ഞെന്ന്. ഈ സെലിബ്രിറ്റി ആവാന്നുള്ളത് ഈസിയാ, പക്ഷെ അത് ശേഷം അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനാണ് ഭയങ്കര ബുദ്ധിമുട്ട്. അതില് ചില വിനീതിന്റെ ഫിലിമിൽ വന്നിട്ട് കുറേ നടന്മാര് ലോൺ എടുത്ത് കാറൊക്കെ വാങ്ങിച്ചു. സെലിബ്രിറ്റി ഒക്കെ ഒബ്വിയസ്ലി നമ്മൾ കാറൊക്കെ എടുത്തിട്ടാണ് പോകുക, നമുക്ക് സാധാരണ ഒരു ലൈഫ് സ്റ്റൈലിൽ പോകാനില്ല, ബസ്സിലാണോ ഒന്നും പോകാൻ പറ്റില്ല. പക്ഷെ ലോൺ അടക്കാൻ പോലും പറ്റാതെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത അങ്ങനത്തെ കുറെ സിറ്റുവേഷൻ എൻ്റെ അടുത്ത് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞു എനിക്ക് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു, ഞാൻ എന്തായാലും അഭിനയിക്കുന്നൊക്കെ പറഞ്ഞു. അവനോട് പറഞ്ഞു, നീ ഒരു ഷോർട്ട് ഫിലിം അഭിനയിച്ചിട്ട് എനിക്ക് ആ ഷോർട്ട് ഫിലിം ഒന്ന് കാണിച്ചാൽ എന്റെ ഒരു ടാലന്റ് എത്ര അറിയാൻ വേണ്ടി ഞാൻ അഭിനയിച്ച അന്നത്തോടെ എനിക്ക് മതി, എനിക്ക് പറഞ്ഞ പണിയല്ല ഇത് എന്നുള്ളത്. കല്യാണം കഴിഞ്ഞിട്ട് 2 years കഴിഞ്ഞപ്പോ ഞാൻ ഈ ഷോർട്ട് ഫിലിം യൂട്യൂബിൽ കണ്ടു. ഞാൻ കണ്ടതിന് ശേഷം ആ ഫ്രണ്ടിനെ വിളിച്ചത് ഡിലീറ്റ് ചെയ്യിപ്പിച്ചു. അത് നേരത്തെ കാണിച്ചില്ലല്ലേ? കണ്ടുപിടിച്ചല്ലേ? എനിക്കറിയാം സലീൽ മച്ചാ ഇങ്ങനെ തന്നെ, പണ്ടും ഇങ്ങനെ തന്നെ, ഒരു മാറ്റമില്ല. ഡിലീറ്റ് ചെയ്യിപ്പിച്ചു. ഞാൻ ചോദിച്ചൊന്നും മിണ്ടിയിട്ടില്ല. ഓക്കെ, നമുക്കൊരു പാട്ട് കേട്ടാലോ? സലീലിന്റെ ഒരു സോങ് ഫോർ അവർ ജിഞ്ചർ മീഡിയ വ്യൂവേഴ്സിന് വേണ്ടി. A great song. You can actually dedicate that song to your wife. പിന്നെ ആർക്കാണെങ്കിൽ അത് മാത്രം പറയരുത്. എനിക്ക് അങ്ങനെ ഡെഡിക്കേറ്റ് ചെയ്ത് പാടാൻ എനിക്ക് അറിയില്ല. ഒന്നാമത് അന്ന് കല്യാണത്തിന് തന്നെ പാടിയിട്ട് ഇതുവരെ ആ ക്ഷീണം മാറിയിട്ടില്ല. അയ്യോ, കല്യാണത്തിന് സ്റ്റേജിൽ ആഷ്നയ്ക്ക് വേണ്ടി ആഷ്നയ്ക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട് പാടിക്കൊടുക്കാം. ആര് ചോദിച്ചു? ആങ്കർ. And then he sang a song I don't like because ഏതാ പാടിയ? പെഹലി നസർ മേ.
And he's ഫസ്റ്റ് ഡേ തന്നെ പണി പാളിയുന്നു. അതാ പാടിയെ. എന്നിട്ട് ഹി ടോൾ എന്താ എനിക്ക് ആ പാട്ട് നല്ലപോലെ അറിയും, അപ്പൊ ഒരു ധൈര്യം വരാൻ വേണ്ടി അതങ്ങ് പാടിയതാണ്. ഇവളുടെ വീട്ടുകാരും നാട്ടുകാരൊക്കെ ഉണ്ട്, എല്ലാരും വിചാരിക്കൂലേ അതായത് ഞാൻ ഒരു സിംഗറാണ്, നല്ല രീതിയിൽ പാടിയിട്ടില്ലെങ്കിൽ അത് എനിക്കാ നല്ല മോശം സിംഗർ എന്നുള്ള രീതിയിൽ. ഇവളെ പിന്നെ മാറ്റാലോ, കുഴപ്പം, അതായത് പറഞ്ഞ് മനസ്സിലാക്കാലോ ഇതാണ് സിറ്റുവേഷൻ എന്നുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എനിക്ക് കംഫർട്ട് ആയിട്ടുള്ള പാട്ട് പാടിയത്. ആ സോങ് പാടിയാലോ ഇപ്പൊ? വേറെ പാടാം, അത് കൊറേ പാടരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. വീട്ടിൽ നിന്ന് പറഞ്ഞു, മമ്മി പറഞ്ഞിട്ടുണ്ട് പാടില്ലെന്ന്. ഓക്കെ സലീല, എല്ലാ വ്യൂസിനും വേണ്ടി സ്പെഷ്യലി ഹിന്ദി സോങ് തന്നെ പാടാം. मेरी रूह का परिंदा पड़ पड़ा है, लेकिन सुकून का जजीरा मिल न पाए, वे की करा एक बार को तजल्ली तो दिला दे, झूठी सही मगर तसल्ली तो दिला दे, वे की करा रांझड़ दे यार बुलया, सुन ले पुकार बुलया, तू ही तो यार बुलया, मुर्शिद मेरा तेरा मुकाम कमले, सरहद के पार बुलया, परवरदिगार बुलया, हाफिज तेरा मुर्शिद मेरा. ബ്യൂട്ടിഫുൾ.